അപ്പുറം എന്നാ നീ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നീ ഇൻട്രൊഡ്യൂസ് ചെയ്തോ. ജബ്ബാർ രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തോ. അതല്ല, ഇതാണ് നമ്മുടെ അടുക്കള. 1500 വീടുള്ള ഒരു വീടിന്റെ അടുക്കളയാണിത്. കിച്ചണിലുള്ള സാധനങ്ങളെ കാണിച്ചു കൊടുക്കുക. ചെല്ല് കൊണ്ട് ചെല്ല്, മൊത്തം കാണിച്ചു കൊടുക്കും. ഫസ്റ്റ് തൊട്ടല്ല അടുക്കള ആദ്യം വീഡിയോ ടൈൽസൊക്കെ നിറച്ചും ടൈൽസൊക്കെ ഇതാണ് നിലം. പിന്നെ മാർബിള് പതിച്ച ഗ്രാനൈറ്റ് പതിച്ച കിച്ചൺ ഇത് ഗ്യാസ് അടുപ്പ്. 18 പേര് താമസിക്കുന്ന ഒരു വീടാട്ടോ. അടുക്കളയിലെ വാഷ് ബേസിൻ. ഇതാണ് വാഷ് ബേസിൻ. ഇതാണ് നമ്മുടെ കിച്ചണിലെ വാഷ് ബേസിൻ. ഇത് അലമാര, മറ്റേ ഗ്രാനൈറ്റ്. ഇത് ഗ്രാനൈറ്റിന്റെ അലമാരി. പാത്രങ്ങൾ എന്തോരാന്ന് നോക്കി എല്ലാവരും. ഇത് നമ്മുടെ വർക്ക് ഏരിയ. പാത്രങ്ങൾ നമുക്ക് അടുക്കി വയ്ക്കുന്ന സ്ഥലങ്ങൾ. 4-3-7 പാത്രങ്ങൾ. ഇത് നമ്മുടെ മസാലക്കൂട്ട് വയ്ക്കുന്ന സ്ഥലങ്ങൾ. മുളക് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് 10 ദിവസം താമസിപ്പിക്കുന്ന സ്ഥലം തന്നെയാണ്. ഇവിടെയാണ് അവരെ കൊണ്ട് താമസം. ഇതാണ് അറ, നെല്ലറ. മാറ്റിക്കിടാ പറ. ഇത് മാറ്റി അരിപ്പാത്രം. ഇത് എന്തോ ഒരു സാധനം മനസ്സിലായില്ല. ആകെയുള്ള അലൂമിനിയം പാത്രം 2 എണ്ണം. ഇനി നമുക്ക് അതിവിശാലമായി നമ്മുടെ ബെഡ്റൂം കാണാം. ഇത് നമ്മുടെ മൊണാലിസ. നമ്മുടെ നാടിൻ്റെ സുന്ദരിയും സുമുഖിയുമായ മൊണാലിസ. ഇതാണ് നമ്മുടെ ബെഡ്റൂമിലെ അലമാര. ഡ്രസ്സ് ഒക്കെ വയ്ക്കണേ. നമ്മുടെ ഇതാണ് നമ്മുടെ തേക്കിൻ്റെ കട്ടിൽ. ഉണ്ടോ? ഈ റൂമിൽ നമ്മൾ അടുത്ത റൂമിലിട്ട് പോകണം. ഇത് നമ്മുടെ ബിജൂഷ്. ഇത് വേറൊരു ബെഡ്റൂം. ഞങ്ങൾ ഇന്നലെ കിടന്നുറങ്ങിയ ബെഡ്റൂം. താഴോട്ട് നോക്കിക്കോട്ടോ. നല്ല രസമുള്ള ടൈലാ. നമ്മൾ അടുത്ത റൂമിലോട്ട് പോവുകയായി. ആളില്ലോ. ഇത് ഒരു ബെഡ്റൂം. കൊച്ചുണ്ടോ? ആത്മിനെ എന്താ ചെയ്യണേ? ഇതാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം. ഇവിടെ മുകളിൽ നല്ല റൂഫ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുവാവ കിടക്കണുണ്ട്. കുഞ്ഞുവാവ ഇതാണ് കുഞ്ഞലമാരി. ആകെയുള്ള ഒരു അലമാരി ഇതാണ്. നമ്മുടെ കുഞ്ഞുവാവ കിടന്ന് ഉറങ്ങണ കണ്ടോ? ഇത് വീണ്ടും മൊണാലിസ. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി അടുത്ത റൂമിലോട്ട് കയറി. ഇത് വേറൊരു റൂം കണ്ടോ? കട്ടിൽ വെച്ചേക്കണോ? കട്ടില് തൂക്കിട്ടാണോ? കട്ടില്ല. ഒരു ബെഡ്റൂമാണ് കാണുന്നത്. നെക്സ്റ്റ് ബെഡ്റൂം. ഇത് വിസിറ്റേഴ്സിന് മാത്രം ചെയ്തേക്കുന്ന ബെഡ്റൂം. LCD TV. ആകെ ഉള്ളൊരു ഇലക്ട്രോണിക് സാധനം എന്ന് പറഞ്ഞാൽ LCD TV. അതിപ്പം കേരളത്തിൽ കണ്ട കാരണം കൊണ്ട്. ഈ നമ്പർ നമ്മുടെ സിറ്റ് ഔട്ട്. തേക്കും കൊണ്ട് പോകണം. സിറ്റ് ഔട്ട്. അടുത്ത വീട് കാര്യമൊന്നും നിൽക്കല്ലേ. നമ്മുടെ അയലോക്കത്തെ വീട്, ശശിചേട്ടൻ്റെ വീട്. അടുത്തടുത്ത ചെറിയ ചെറിയ ഗല്ലികൾ. വീണ്ടും മൊണാലിസ.
ജയിക്കണു ജയിക്കണു മാറി ജയിക്കണു. നിന്നോട്ടോ ഞാൻ ഇത് നമ്മുടെ സദീഖ്. ഇത് ഫ്രണ്ടാണ്. ആ ഫ്രണ്ട് 30 പേരുടെ ആധാർ കാർഡ് കാണാൻ പറഞ്ഞു പള്ളികളെ പൈസ കിട്ടാനാണ് മറ്റേ കമ്പനിക്കാരൻ. വീണ്ടും എന്റെ ഫോട്ടോ വേണ്ടേ? സമ്മതമാണോ ഇല്ലെന്ന് അറിയണം. എന്റെ ഫോട്ടോ പുറത്തുനിന്ന് വീടിന്റെ നീ പുറത്തേക്കോ, നീ പുറത്തേക്ക്. ഇത് മൊത്തം നമ്മൾ ചവിട്ടി പൊളിച്ചു തോന്നുന്നു എനിക്ക്.